എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓട്ടോറിക്ഷ കൊണ്ട് ഞാൻ മീറ്റർ സീൽ ചെയ്യാൻ പോകുന്ന അവസരം. ആ മീറ്റർ സീൽ ചെയ്യാൻ പോകുന്ന സംഭവത്തിൽ നമ്മൾ ആ അവസാന മുഹൂർത്തത്തിലുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ്, അത് മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് വരുമ്പം ആ ഒരു സംഗതിയായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഞാൻ മീറ്റർ 1500 കൊടുത്ത് വാങ്ങി, ഞാൻ ഫിറ്റാക്കി കുട്ടാപ്പീൻ്റെ അടുത്ത് ഫിറ്റാക്കി ചെന്നപ്പോഴാണ് മീറ്റർ വർക്ക് ചെയ്യണില്ല. വർക്ക് ചെയ്യാറ് ഞാൻ 3 ദിവസം കൊണ്ട് അവിടെ ചെന്നപ്പോൾ ഓരോരോ തൊട്ടപ്പുറത്തുണ്ട് മെയിൻ്റെനൻസ്, അത് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. അവിടെ കൊണ്ടുപോയി കാണിച്ചു മുമ്പേ കുറേ ടെസ്റ്റ് നടത്തി അതൊക്കെ നോക്കണൊക്കെ ഉണ്ട്. അതിലാണ് അതിൻ്റെ ഉള്ളിലൊരു വയറ്, ഒരു ചെറിയ ഒരു സ്വിച്ചിൻ്റെ അവിടുത്തെ വയറ് സോൾഡറിങ് കട്ടായി പോയതാണ്. മൂപ്പരാൻ അതിങ്ങനെ സംഭവം സെറ്റാക്കുകയാണ്. നമുക്കാണെങ്കിൽ 9:30 ചെല്ലാൻ, 9:45 ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഏകദേശം 10 മണിയായിട്ടുണ്ടാവും. ഇതും കൊണ്ട് നടക്കില്ല. ഒന്നാമതാണ് ഈ വെളിയന്തോട് ഫുള്ള് ബ്ലോക്ക്. അതൊക്കെ കഴിഞ്ഞ് ചെന്ന് മൂപ്പരാനത് ഇങ്ങനെ പിരിച്ചൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ പാളി നോക്കുകയാണ് എന്താ കാട്ടണമെന്ന്. ഒരഴിച്ച് സംഭവം അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി കയറ്റി സ്ക്രൂ ഒക്കെ ഇട്ട് മുറുക്കി സെറ്റപ്പാക്കി ഇങ്ങനെ പോകാൻ വേണ്ടി നോക്കുമ്പോൾ അപ്പോൾ അത് ചെയ്തായിരുന്നു. ഇതൊക്കെ പിടിപ്പിച്ച് ബാൾട്ടിയിൽ കണക്ഷനൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ബാൾട്ടി കണക്ഷനൊക്കെ കൊടുത്തിട്ട് ഈ മീറ്റർ സീൽ ചെയ്യണമെങ്കിൽ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഓൺലൈനിൽ 250 രൂപ കൊടുക്കണം. ആ 250 രൂപയൊക്കെ അടച്ചിട്ടാണ് ഈ സംഭവം നമുക്ക് ഇപ്പം മീറ്റർ സീലിങ് നടക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് വരുവാണ് കേട്ടോ. അങ്ങനെ ഇത് കുടുക്കിക്കൊണ്ടിരിക്കുക. അത് എന്താണെന്ന് ഇനി കുടുക്കി കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ ഈ പാപി ചെന്നോളപ്പോൾ പാതാളെന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്താലും കുറേ നാളായിട്ടൊന്നും സെറ്റപ്പില്ല. അപ്പം നമ്മൾ മീറ്ററൊക്കെ കുടുക്കി പോവുകയാണ്. കുടുക്കി അവിടെ ജിയോളജി വകുപ്പ് ചെന്നു. അവർ നമ്മൾ പോകാൻ പറഞ്ഞു. അതിൽ വലിയ വിറ്റം തരങ്ങൾ സാധാരണ ഈ കരിമ്പുഴ പാലത്തിൻ്റെ അവിടെ തിരിഞ്ഞു പോകാറില്ല. ഞാൻ അങ്ങനെ പോകാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ പുറകിൽ ഫ്രണ്ടിൽ വണ്ടിയില്ല. പിന്നെ നോക്കുമ്പോഴാണ് അവിടെയല്ല, ഈ മറ്റേ കരിമ്പുഴയെന്ന് റൈറ്റ് ചെയ്തിട്ടുണ്ടോ ഇതിലിങ്ങനെ പോകാൻ ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം പോയി കാണും. ഞാനങ്ങനെ പാട്ടൊക്കെ പാടി ഇപ്പത്തും എന്നുള്ള വിചാരം സാധാരണ ആരെ കാണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സംഭവം വഴിതെറ്റിപ്പോയോ. ഏനാന്തി എന്ന് പറഞ്ഞ റോഡാട്ടത്. ഏനാന്തി റൂട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വള്ളം തിരികെ നല്ല അല്ലേ, ഫോറസ്റ്റിൻ്റെ ഉള്ള കൂടെ. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. എത്ര 60 രൂപ അവിടെ മീറ്റർ നമ്മൾ ചെക്ക് ചെയ്താണ്ട് ഇങ്ങനെ സെറ്റാക്കാൻ വേണ്ടി അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മീറ്ററൊക്കെ ഇട്ട് പോവുക കേട്ടോ. മീറ്ററൊക്കെ ഇട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിൽ ചേട്ടനെ പിടുത്തം വിട്ടു പോകാം, കാരണം വഴി അറിയാതെ വീണ്ടും പോകാറില്ല വെച്ചിട്ട് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അങ്ങനെ പോകുന്ന സമയം ഇങ്ങനെ അവിടെ ചെന്ന് ഏകദേശം ഒരു ട്രാൻസ്ഫോമറാണ് ഒരു അടയാളം കാണിച്ചിട്ടില്ല. ആ ട്രാൻസ്ഫോമറിൻ്റെ അവിടെ ചെന്ന് ട്രാൻസ്ഫോമറിൻ്റെ പറയുമ്പോൾ തിരിഞ്ഞു വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെ മീറ്ററിൽ 32, 36, 34 ഉണ്ട്. എൻ്റെ 31, 50 ഞാൻ ബേജാറായിട്ട് ചേട്ടനേൽ എത്ര ചേട്ടൻ എൻ്റെ 31. അതും സാരമില്ല എന്നാ ചേട്ടന്മാർ. ഞാനത് സാരമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിന്നു. ഇവിടെ ഇങ്ങനെ കിടക്കുക വണ്ടികൾ. ഈ ചേട്ടനേൽ 36 മറ്റേ ചേട്ടൻ്റെ 33 ഒക്കെ കേൾക്കണേ. നമുക്കാണെങ്കിൽ അതൊന്നും ആയിട്ടില്ല. അപ്പം അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ നമ്മൾ സംശയം നോക്കുക. നമുക്ക് നമുക്കൊരാൾ കിട്ടണം കേട്ടോ. എൻ്റെ മീറ്റർ ഇവിടെ നിന്നപ്പോൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. പനിയാന്ന് തോന്നുന്നു. പനി ഇപ്പം ഞാൻ ബേജാറായി. അങ്ങനെ സംഭവം ഇട്ടാ കഴിഞ്ഞു. മീറ്റർ ശരിയായി. അങ്ങനെ എൻ്റെ മീറ്റർ സീൽ ചെയ്തിട്ട് സുഹൃത്തുക്കളെ, മീറ്റർ സീൽ ചെയ്തു. അപ്പോൾ ബ്രേക്ക് എടുക്കാനുള്ള ചെല്ലാൻ അടയ്ക്കാൻ വേണ്ടി ഇപ്പോൾ 1300 രൂപ അതും അടച്ചു. ഏകദേശം ബ്രേക്കും ഈ വർഷത്തെടുത്തു ഏകദേശം ഒരു 10-22,000 റുപ്യ. ഓക്കെ.